Boche Gold and Diamonds. Buy now, pay later. ഷൊർണൂർ ഭാരതപ്പുഴ നിറഞ്ഞതോടെ പുഴയോര മേഖലയായ നമ്പ്രം ഗണേശഗിരി മേഖലയിലുള്ള മാറ്റി താമസിപ്പിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാൻ തീരുമാനം. മഴ ശക്തമായാൽ വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയേറെയുള്ള വീടുകളിലുള്ളവരെ മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി ക്യാമ്പുകൾ തയ്യാറാക്കാനും നഗരസഭാ അധ്യക്ഷർ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ തീരുമാനമായി. നമുക്ക് ശ്രദ്ധ ചെലുത്തേണ്ട രണ്ട് ഏരിയകളൊന്ന് നമ്മുടെ നമ്പ്രം പ്രദേശമാണ്, ഗണേശഗിരി പ്രദേശമാണ്. അവിടെ നമുക്ക് ഏകദേശം എത്ര ആളുകളെ നമുക്ക് മാറ്റി താമസിപ്പിക്കേണ്ടി വരും എന്നതിനെ പറ്റിയൊരു ഡാറ്റ നമുക്കിപ്പോൾ കളക്ട് ചെയ്യാം. നാളെയൊക്കെ കളക്ട് ചെയ്ത് എവിടേക്കാണ് അവരെ മാറ്റാൻ പറ്റുക എന്നുള്ളതിനനുസരിച്ച് നമുക്കൊരു സ്കൂളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിനുള്ള സൗകര്യം കൂടി നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കണം. വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായവരെയും മാറ്റി താമസിപ്പിക്കണമെന്ന നിർദ്ദേശം പോലീസും ഉന്നയിച്ചു. പുഴയ്ക്ക് പുറമെ തോടുകൾ കരകവിയാനുള്ള സാധ്യതയുണ്ടെന്ന ആശങ്ക ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആശങ്കയുള്ളവർ ജലസേചന വകുപ്പിനെ അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിറഞ്ഞു കവിയുന്ന കിണറുകളിൽ നിന്നും വെള്ളം ഉപയോഗിക്കരുതെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. ജല അതോറിറ്റി നൽകുന്ന കുടിവെള്ളം തിളപ്പിച്ചാറിയത് മാത്രം ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പൊട്ടിയ പൈപ്പുകൾ മാറ്റാനുള്ള നടപടിയും ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു. കുളപ്പള്ളി റോഡിന്റെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥ യോഗത്തെ അറിയിച്ചു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ചീഫ് എഞ്ചിനീയറുമായി ചർച്ച നടത്താൻ പോയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. എലിപ്പനിയും വയറിളക്കവും പടരാതിരിക്കാൻ ആവശ്യമായ മരുന്നുകൾ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. KSB ഉദ്യോഗസ്ഥർ യോഗത്തിൽ എത്താത്തതിനെതിരെ പരാതി നൽകണമെന്ന് കൗൺസിലർ VK ശ്രീകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. അതേസമയം ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കൗൺസിലർ വിനോദ് പറഞ്ഞു. കവളപ്പാറ റോഡിലൂടെ ടോറസ് പോലുള്ള അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ പോകുന്നതിനാൽ റോഡിലെ കലുങ്കുകൾ തകരുന്നതായും ഇത് നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും സ്ഥിരം സമിതി അധ്യക്ഷ CK സൗമ്യ പറഞ്ഞു. കുളപ്പള്ളിപ്പാത തകർന്നതോടെ ഇത്തരം ലോറികൾ പോകുന്നത് ഈ പാതയിലൂടെയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. നമ്പ്രം പ്രദേശത്തേക്കുള്ള ഭാരതപ്പുഴയോരത്തെ പാതയിൽ വെള്ളം കയറിയാൽ നമ്പ്രത്തുകാരെ രക്ഷിക്കാൻ വഴിയില്ലെന്നും സൗമ്യ പറഞ്ഞു. ഇതിന് പരിഹാരമുണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. 6 മീറ്ററിൽ താഴെ വീതിയുള്ള പാതയിലൂടെ 10 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങൾ പോകാൻ പാടില്ലെന്നാണ് നിയമമെന്ന് PWD അധികൃതർ മറുപടി നൽകി. ഉപാധ്യക്ഷൻ VK അനുരാജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C സന്ധ്യ, P സിന്ധു, സെക്രട്ടറി PS രാജേഷ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.